എല്ലാവർക്കും നമസ്കാരം. ഈ വർഷത്തെ കർക്കിടക വാവ് ബലിയുമായി ബന്ധപ്പെടുന്ന ചില വിഷയങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത്. ഈ വർഷം, അതായത് 2026 ഓഗസ്റ്റ് മാസം 12-ാം തീയതി എന്ന് പറയുമ്പോൾ കർക്കിടക മാസം 27-ാം തീയതി ബുധനാഴ്ച വെളുപ്പിന് 1:55 മുതൽ വാവ് തുടങ്ങും. കറുത്ത വാവ് വെളുപ്പാങ്കാലത്ത്, അതായത് അർദ്ധരാത്രി കഴിഞ്ഞ് വരുന്ന സമയത്ത് മുതൽ വാവ് ബലി ആരംഭിക്കും. നേരം വെളുക്കുന്നത് വരെയും നേരം വെളുത്തതിന് ശേഷമുള്ള പകൽ കംപ്ലീറ്റ്, തുടർന്ന് രാത്രി അർദ്ധരാത്രി വരെ ചെല്ലുന്നതായ സമയം വരെ ഈ 24 മണിക്കൂർ നേരം ഈ വാവ് ബലി ഉണ്ടായിരിക്കും. ഈ സമയത്ത് ബലിയിടുന്നതിനെ സംബന്ധിക്കുന്ന കുറേ സംശയങ്ങളും കാര്യങ്ങളുമൊക്കെ പലരും വിളിച്ചു ചോദിക്കുകയുണ്ടായി. അപ്പോൾ അതിനൊക്കെ ഒരു മറുപടി എന്ന വണ്ണം പറയാമെന്ന് ഉദ്ദേശിച്ചു. ഈ സമയങ്ങളിൽ വെച്ചിട്ട് ഏറ്റവും നല്ലത് വെളുപ്പിന് 3 മണി തൊട്ട്, കഴിയുമെങ്കിൽ 9 മണിക്ക് മുമ്പ്, എങ്കിലും മധ്യാഹ്നത്തിന് മുമ്പെങ്കിലും ബലിയിടുന്നതായിരിക്കും ഉത്തമം. വെളുപ്പാങ്കാലത്ത് 3 മണി തൊട്ട് ഉച്ചയ്ക്ക് 12 മണിക്ക് മുമ്പുള്ളതായ സമയത്തിൽ ബലിയിടുന്നതാണ് എന്തുകൊണ്ടും ഉത്തമം. എല്ലാവർക്കും സന്തോഷകരമായിട്ട് പോയി ബലിയിടാനുള്ള അവസരങ്ങളും മറ്റ് സാഹചര്യങ്ങളും ദേവാലയങ്ങളിലും തീർത്ഥക്കടവുകളിലും ബലിക്കടവുകളിലും എല്ലാം യഥേഷ്ടം ക്ഷേത്രവും മറ്റു വിധത്തിലുള്ളതായ സംഘടനകളുമൊക്കെ അതിന് വേണ്ടുന്ന സൗകര്യങ്ങളൊക്കെ എല്ലായിടത്തുമൊക്കെ ചെയ്തിരിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പ്രധാന തീർത്ഥഘട്ടങ്ങളായിരിക്കുന്ന തിരുവല്ലം, തിരുമുല്ലവാരം, വർക്കല ജനാർദ്ദന സ്വാമി ക്ഷേത്രങ്ങൾ പോലെ തീർത്ഥഘട്ടങ്ങളായിരിക്കുന്ന എല്ലായിടത്തും, കൂടാതെ മറ്റ് പുണ്യസ്ഥലങ്ങളിലും ശിവഗിരിയിലും ആലപ്പാട് പ്രദേശങ്ങളിലും എല്ലാം വേണ്ടുന്ന വിധത്തിൽ വാവ് ബലിയിടാനുള്ളതായ സൗകര്യങ്ങൾ എല്ലാ ഭക്തജനങ്ങൾക്കും സൗകര്യപ്രദമായിട്ട് എല്ലായിടത്തും ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റി. അപ്പോൾ ഈ ബലികർമാദികൾ ചെയ്യുന്നതിൽ പലരുടെയും സംശയങ്ങൾ ഇങ്ങനെയാണ്. കുടുംബത്തിൽ മറ്റാരെങ്കിലും മരണപ്പെട്ടു പോയിട്ടിട്ട് അവർക്ക് വേണ്ടിയിട്ട് മാസബലി ഇടുന്നുണ്ട്. അപ്പോൾ മാസബലി ഇടുകയാണെന്നുണ്ടെങ്കിൽ വാവ് ബലി ഇടാമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. മാസബലി ഇടുന്നവർ ആ മാസബലി ഇടുന്ന ആർക്ക് വേണ്ടിയിട്ടാണോ, അവർക്ക് ഒരു വർഷം തികഞ്ഞിട്ടില്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടായിട്ട് വാവ് ബലി ഇടണ്ട. ആ കുടുംബത്തിൽ തന്നെയുള്ള മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, അതിനു മുന്നിലൊക്കെ മരണപ്പെട്ടു പോയിട്ടുള്ളതായ പൂർവികരായിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട്, അച്ഛനപ്പൂപ്പന്മാർക്ക് വേണ്ടിയിട്ട്, സഹോദരാദികൾ, സുഹൃത്തുക്കൾ, അങ്ങനെ നമ്മളുടെ അറിവിൽപ്പെടുന്നവർക്കെല്ലാവർക്കും വേണ്ടിയിട്ടിടുന്നതാണ് കർക്കിടക വാവ് ബലി. അതുകൊണ്ട് മാസബലി ഇടുന്നവർക്ക് അവർക്ക് വേണ്ടിയിട്ട് ഇടണ്ട. അവർക്ക് ഒരു കൊല്ലം കഴിഞ്ഞതിന് ശേഷമുള്ള ആണ്ടുബലി ക്രിയാദി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന സമയങ്ങളിൽ അവർക്ക് ബലിയിടാം. അത് ഈ വാവിന് ഇടണ്ട. മറ്റു ചില ചോദ്യങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും, ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി, അതുകൊണ്ട് ഈ വാവ് ബലിയിടാമോ? മരണവുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റ് ചില കാര്യങ്ങളിൽ പങ്കെടുത്തു, അതുകൊണ്ട് ബലിയിടാമോ? അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊന്നും ഈ ബലിയിടുന്നതിനൊരു കാരണമല്ല. പിന്നെ കുടുംബത്തിൽ തന്നെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, അപ്പോൾ അവർക്കും ബലിയിടണമെന്ന് താല്പര്യമുണ്ട്, അങ്ങനെ ഇടാമോ? അതിനും പ്രശ്നമില്ല. കർക്കിടക വാവ് ബലി 7 തലമുറ വരെ ഉള്ളതായ പൂർവികരെ എല്ലാം സ്മരിക്കുന്ന വിധത്തിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ആത്മാവിനെ ആ ആത്മാക്കളുമായിട്ട് ബന്ധിപ്പിക്കുന്ന രീതിയിലുള്ളതായ പ്രാർത്ഥനയുടെ ഒരു ഭാഗമായതുകൊണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് നമ്മൾക്ക് മുന്നിൽ മരിച്ചു പോയിട്ടുള്ളവരുടെ എല്ലാവരുടെയും ആത്മാക്കളെ മനസ്സിൽ സങ്കല്പിച്ച് ബലിയിടാവുന്നതാണ്. അതിനൊന്നും ഒരു നല്ലത് തന്നെയാണ് അങ്ങനെ ബലിയിടുന്നത്. മറ്റു വിധത്തിലെ ദോഷങ്ങളൊന്നുമില്ല. അപ്പോൾ ബലിയിടാൻ ഏറ്റവും നല്ലതായ സമയവും തീയതിയും എന്ന് പറഞ്ഞിരിക്കുന്നത് ഇതാണ്: ഓഗസ്റ്റ് മാസം 12-ാം തീയതി ബുധനാഴ്ച വെളുപ്പിന് 3 മണി തൊട്ട് രാവിലെ ഒരു 9 മണി വരെയുള്ള സമയത്തിനകത്ത് ബലിയിടുന്നതാണ് എന്തുകൊണ്ടും ഏറ്റവും ഉത്തമം. എന്നാൽ വെളുപ്പാങ്കാലത്ത് 1:55 മുതൽ ഒരു ദിവസം മൊത്തം 24 മണിക്കൂറും വാവ് ബലിയുണ്ട്. കഴിയുമെങ്കിൽ വെളുപ്പാങ്കാലത്ത് 2 മണി തൊട്ട് ഉച്ചയ്ക്ക് മുമ്പുള്ളതായ സമയത്തിൽ ബലിയിടാം. അതിൽ തന്നെ ഏറ്റവും ഉത്തമമായ സമയമാണ് നേരത്തെ പറഞ്ഞത്. വെളുപ്പിന് 3 മണി തൊട്ട് രാവിലെ 9 മണിക്കകത്ത് ബലിയിടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. എല്ലാവർക്കും ബലിയിടാനുള്ളതായ സന്തോഷകരമായിട്ട് പിതൃക്കളുടെ ഒരു കാര്യം കൂടെ, മരിച്ചവർക്ക് വേണ്ടിയിട്ട് അവരുടെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് ബലിയിട്ടിട്ട് അവർക്ക് വീട്ടിൽ ഭക്ഷണങ്ങൾ വെച്ച് കൊടുക്കാമോ എന്നൊരു ചോദ്യം കൂടെ ഉണ്ട്.
ഭക്ഷണങ്ങൾ വെച്ച് കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ബലിയിട്ടിട്ട് വാവിന് വെച്ച് കൊടുക്കുക, ചില സ്ഥലങ്ങളിൽ അത് ചാവ് വയ്ക്കുക, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഒരു പണ്ട് തൊട്ടേ അങ്ങനെ വെച്ച് വരുന്നതായ ഒരു കീഴ്വഴക്കമുണ്ട്. ഭക്ഷണങ്ങൾ നമ്മളുണ്ടാക്കി പിതൃക്കളെ സങ്കല്പിച്ച് വെച്ച് വിളമ്പുക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ചടങ്ങ് പണ്ട് തൊട്ടേ ഹിന്ദുക്കളുടെ ഇടയിൽ പല വിഭാഗങ്ങളിലും അത് തുടർന്ന് വരുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല, എല്ലാ ആത്മാക്കളെയും സങ്കല്പിച്ച് ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മൾ പിതൃക്കൾക്ക് വേണ്ടുന്ന പൂജാകാര്യങ്ങൾ ചെയ്ത് അവരെ വിഷ്ണു പൂജാദി കാര്യങ്ങൾ ചെയ്ത് ആവാഹിച്ച് വിഷ്ണുപാദത്തിൽ സമർപ്പിച്ച് മോക്ഷശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടിയിട്ട് ബലികർമാദികൾ ചെയ്ത് തിരിച്ച് ക്ഷേത്രത്തിൽ വന്ന് തിലഹോമാദികളും സായുജ്യ പൂജാദികളും ഒക്കെ ചെയ്ത് പിതൃക്കളുടെ സംതൃപ്തിയോടുകൂടി നമ്മൾ എത്തുമ്പോൾ പിന്നെ അവർക്ക് വെച്ച് കൊടുക്കുന്നത് ഓരോരുത്തരുടെ മനസ്സിൻ്റെ ഹിതമനുസരിച്ചിട്ടാണ്. വെച്ച് കൊടുക്കണമെന്ന് തോന്നുന്നവർക്ക് അങ്ങനെ ചെയ്യാം, വേണ്ട എന്ന് തോന്നുന്നവർക്ക് വേണ്ട. അത് അവരവരുടെ മനസ്സിൻ്റെ ഇഷ്ടമനുസരിച്ചിട്ട് ചെയ്തുകൊള്ളുക. നമസ്തേ.